ഇത് ബാംഗ്ലൂരല്ലേ മോനെ? ഗാന്ധിനഗറിൽ തന്നെ ബസ് സ്റ്റോപ്പ് 7 എണ്ണം ഉണ്ട്. ഇതാണ് ഗാന്ധിനഗർ മെയിൻ സ്റ്റോപ്പ്. ഇമാതിരി ചുറ്റിക്കളി പാർട്ടീസ് ഒക്കെ വരാറുള്ളത് ഇവിടെ. ഇറങ്ങിക്കോ, എന്നിട്ട് വടക്കോട്ട് നോക്കി നിന്നോ. വടക്കോട്ടോ? ആ, സാധാരണ ഇത്തരം ലൈൻ കേസുകൾ വടക്കിൽ നിന്നാണ് വരാറുള്ളത്. നീ അങ്ങോട്ട് ഇറങ്ങി, സമയം കളയാണ്ട് ഇറങ്ങി. ലൈൻ കേസ് വരുമ്പോഴാണ്. ഞാനിപ്പോ വരാം. ഇനി വരുന്ന തോന്നുന്നില്ല. പാർട്ടി വല്ല ഫ്രോഡുമായിരിക്കും. ഫ്രോഡ് ആണെങ്കിൽ പറഞ്ഞ സമയത്തിന് മുമ്പ് ഇവിടെ എത്തിയിരിക്കും. കുറച്ചേരം കൂടി നോക്കാം. നീ വെയിറ്റ് ചെയ്യ്. ഞാൻ എത്ര നേരം പഠിക്കും വെയിറ്റ് ചെയ്യാം. കാര്യം നടന്നാ മതിയായിരുന്നു. ഹലോ ഹലോ, കാർത്തിക് എന്താ ഇവിടെ? പപ്പി എന്താ ഇവിടെ? ഞാനൊരാളെ കാത്തു നിന്നതാ. എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു സത്യം പറയാം. ഞാൻ പപ്പിയെ കാണാൻ. വേണ്ട, ഉരുളണ്ട. എനിക്കറിയാം. ശാലിനെ വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വരുമെന്ന്. ആര്? ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്കൊരു ശല്യാവുന്നില്ല. കാർത്തിക്, today you look so smart. നടു റോഡിൽ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല ഐസ്ക്രീം പാർലറിലോ മറ്റോ ചെല്ല്. എന്നിട്ട് അവളെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. അവള് വന്നില്ലാന്ന് കരുതി നീ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ കുഗ്രാമൊന്നുമല്ല, സിറ്റിയാ, മെട്രോപൊളിറ്റൻ സിറ്റി. ഇവിടുത്തെ പെമ്പിള്ളേര് നിനക്ക് അറിയാൻ പാടില്ല. നിന്നെ പോലെ ഒരു പാവത്തിനെ കിട്ടിയ അവളുമാര് വട്ടം കറക്കും. സിറ്റിയിലുള്ളവരെ മൊത്തം അടച്ചങ്ങനെ താൻ പറയണ്ട. നല്ലവരും കാണും. കാണില്ല. താൻ പോടാ പച്ച. ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി. കുറച്ചു നേരം ഫോണിലൂടെ മിണ്ടി ഒറ്റ ദിവസം കൊണ്ട് ആ ബന്ധം ബസ് സ്റ്റോപ്പ് വരെ എത്തിച്ചവളവള്. അവള് തറയടാ. ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ അങ്ങനെ പറയരുത്. ചിലപ്പോ നല്ലവളാണെങ്കിലോ. അപ്പച്ച തന്നകത്ത് ഇടപെടരുതോ. അവള് തറയടാ, വെറും തറയാ. മതി, ഇനി പറയണ്ടൊന്നും. നീ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയിട്ടുണ്ടാവും. അവന്റെ മനസ്സിലല്ല, എന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയത്. മനസ്സിലായോ? ഇല്ല. അവൻ സ്നേഹിക്കുന്ന ആരാന്നറിയോ അപ്പച്ചന്? എന്റെ പപ്പിയെ. അവനെക്കാളും മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ. അവനെക്കാളും മുമ്പ് ഞാനാ മിണ്ടിയത് അവളോട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല അപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ പപ്പി അവൻ എങ്ങനെ? ആക്സിഡന്റ് കാരണം എല്ലാം സംഭവിച്ചു. ആക്സിഡന്റ് കാരണമാണോ? എന്റെ മലയാറ്റൂർ മുത്തപ്പ, ആ വണ്ടി ഇടിച്ചവന്റെ നട്ടല് തളർത്തണേ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്. ഞാൻ ആ വണ്ടി ഇടിച്ചവന്റെ പ്രാവുമ്പോ നീ എന്തിനാ ഞെട്ടണേ? അത് പിന്നെ ആ വണ്ടി ഇടിച്ച് ഞാനാ. അപ്പൊ ഞാൻ ഈ കരുനാക്കൂച്ചി പ്രാകൃതി മുഴുവൻ നിന്നെയായിരുന്നോ? എന്റെ മുത്തപ്പ, എല്ലാം തിരിച്ചെടുത്തേക്കണേ. എനിക്ക് അവരെ അന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്റെ പപ്പി എന്റേതാകുമായിരുന്നേനെ. ഞാനിപ്പോ പറഞ്ഞു വന്ന അവൻ അറിയാൻ പാടില്ല. അവനും പപ്പിയും തമ്മിൽ കാണാനും പാടില്ല. ഇനി ഇവിടെ വരുന്ന ഒറ്റ ഫോണും അവനെടുക്കാൻ നോക്കിക്കോണം. അവളുടെ ശബ്ദം പോലും അവനിനി കേൾക്കരുത്. എത്രയും പെട്ടെന്ന് അവനെ നാട്ടിലേക്ക് തിരിച്ചയക്കണം. ഞാൻ ഇന്നലെ മുതലേ ശ്രദ്ധിക്കുകയാണ്. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. എനിക്കറിയാം. വീട്ടിൽ പോണമെന്നുണ്ടല്ലേ? ഇനി ഒരു എക്സാം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഞാനേ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. പറ്റുമെങ്കിലേ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. മോള് ചെന്നിരുന്ന് പഠിക്കണം. ദേ, ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. ഹലോ. ഞാനാ. വേണ്ട, ഒന്നും പറയണ്ട. ഞാനൊരു കുഗ്രാമത്തെ പിറന്നവനാ. എനിക്ക് നിങ്ങളുടെ സിറ്റി സംസ്കാരം ഒന്നും അറിയില്ല. പക്ഷെ മനസ്സോർന്ന് സ്നേഹിക്കാൻ അറിയാം. അനിയൻകുട്ടി, ഞാൻ 9 മണി മുതൽ 11 മണി വരെ ഞാൻ ആ സ്റ്റോപ്പിൽ വടക്കോട്ട് നോക്കി നിന്നു. സ്നേഹിച്ചില്ലേലും വേണ്ടില്ല, പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത്. ഞാൻ വന്നിരുന്നു. ഒരുപാട് നേരം കാത്തു നിൽക്കുകയും ചെയ്തു. അനിയൻകുട്ടി എവിടെയാ വന്നത്? ഗാന്ധിനഗർ മെയിൻ സ്ട്രീറ്റ് സ്റ്റോപ്പിൽ. ഞാൻ പറഞ്ഞത് ഗാന്ധിനഗർ സ്റ്റോപ്പിലല്ലേ? ഗാന്ധിനഗറിൽ ഒരുപാട് സ്റ്റോപ്പുകളില്ലേ? എന്റെ അറിവിൽ അവിടെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് പിണങ്ങിയോ? ഇല്ല. നമുക്ക് ഇന്ന് തന്നെ കാണാം. വൈകുന്നേരം 4 മണിക്ക് ലാൽബാഗിൽ വരുവോ? ഇവിടെ ഒരു ലാൽബാഗ് പാർക്കേ ഉള്ളൂ. അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നാ മതി. എവിടെ? സുഭാഷ് ചന്ദ്രബോസിന്റെ സ്റ്റാച്യു. എന്റെ വണ്ടിയുടെ കളർ റെഡ് മാരുതി. വേഷം മഞ്ഞ ഫ്രോക്ക്. ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ? ഇല്ല, ഞാൻ കാത്തു നിൽക്കും. ബൈ. നീ ഇവിടെ ഒന്ന് കേൾക്കായിരുന്നോ?
അവള് നീ പറഞ്ഞ പോലെ ഒരു പെണ്ണല്ലടാ. തെറ്റ് പറ്റിയ നമ്മക്കാ. സ്റ്റോപ്പ് മാറിപ്പോയി. ആ പഴയ സ്റ്റോപ്പ് തന്നെ നിന്നാ മതിയായിരുന്നു. അവള് വന്നടാ. ഇന്ന് ഏതായാലും തെറ്റില്ല. ഇന്നോ? വൈകുന്നേരം അവള് ലാൽബാഗിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. ലാൽബാഗിലോ? ഒരിക്കലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ എന്ത് തിരക്കാന്നാ നിന്റെ വിചാരം? അതിനല്ലേ അവൾ അടയാളം പറഞ്ഞു തന്നത്. ചുവന്ന മാരുതി കാർ, മഞ്ഞ ഫ്രോക്ക്, നിൽക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ താഴത്ത്. നീ മസ്റ്റായിട്ട് വരണം. ഇന്ന് തന്നെ കാണണമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എടാ, അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? അത് അവളോട് ചോദിക്കണം. ഹലോ ഹലോ, ഞാനാ. ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. എന്നെ കുറിച്ചോ? ഉം. എനിക്കാകെ എന്തോ പോലെ. എന്തു പറ്റി? സുഖല്ലേ? അതല്ല, ഇന്ന് കാണുമെന്ന് പറഞ്ഞപ്പോ എന്നെ കാണുമ്പോ ഇഷ്ടായില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ. എന്തേ ചിരിച്ചത്? ഒരു പെണ്ണിന് ഇഷ്ടപ്പെടാനുള്ള സൗന്ദര്യമൊക്കെ അനിയൻകുട്ടിക്കുണ്ടെന്ന് ആന്റി പറഞ്ഞു എനിക്കറിയാം. ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലെങ്കിലും എനിക്കിഷ്ടം. എനിക്കിനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല. സത്യം. ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത എന്നെ അത്രയ്ക്കിഷ്ടാണോ? അതെ, അത്രയ്ക്കിഷ്ട. നമ്മൾ തമ്മിൽ നേരിൽ കാണുന്ന ആ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം. അപ്പൊ പാർക്കിൽ കാണാം. പോടാ. അപ്പച്ചാ, നീ കൂടെ പൊയ്ക്കോ. എടാ, അവൾ ഇവിടെ എങ്ങും വരില്ല. നിന്നെ പൊട്ടം കളിപ്പിച്ചതാ. സാരമില്ല. പ്രേമം തലക്ക് പിടിച്ചിരിക്കണം നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് ഇളകാൻ നിനക്ക് നാണാവില്ലേ? ഇല്ല. എടാ, പെണ്ണ് വിഷയത്തിൽ എനിക്ക് നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാ. ഉണ്ടാവും, അത് തരികിട. പക്ഷെ യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടില്ല. ആ, ശരിയാ. ഇതുവരെ അങ്ങനെയായിരുന്നു. എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ എന്റെ ഡാഡിക്കോ മമ്മിക്കോ സമയം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ട്, എന്റെ പപ്പി. അതെങ്ങനെ ഞാൻ നിന്നോട് പറയാം? എടാ, ഞാൻ പിന്നെ അവള് വന്നു. മായല്ലേ? ആ, മഞ്ഞ ഫ്രോക്ക് അടഞ്ഞ് റെഡ് മാരുതി കാറിൽ പെട്ടെന്ന് ലാൽബാഗിലോട്ട് ചെല്ലുക. കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. അപ്പച്ചാ, നീ എന്നെ കാത്തു. എന്താ? പറയാം. ഗീതാശിട്ടെ, കാർത്തിക് ലാൽ പാർക്കിലെ വെയിറ്റ് ಮಾಡ್ತಾಡು. ജൽദി ಹೋಗೋ, നിനക്ക് അവനിಗೆ മധു ആಗಿದೆ. ഓക്കേ नीना, तुम्हारे पास रेड मारुति है, येलो कलर फ्रॉक है, तुम जल्दी लालबाग जाओ. कार्तिक तुम्हारे लिए शादी करना चाहते हैं, ठीक है? ഹലോ റാണി, ഒന്നുമില്ല, സമയം കഴിഞ്ഞു. ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റൂ. അങ്ങോട്ട് ചിരിക്ക് അത്ര നീളം വേണ്ട. പെണ്ണിനെ പിടിച്ചൊന്ന് ചോദിക്ക്. ഹേയ്, അവൻ അങ്ങനെ ചെയ്യില്ല. എന്റെ മോനാ. കാണും മുമ്പ് കയറി പിടിക്കേ. അവൻ അവളെ ഇഷ്ടപ്പെട്ടൊന്ന് ചോദിക്ക്. ഹോ, അതാണോ? അത് അവനോട് തന്നെ ചോദിക്കാം. മെന്നെ, അവൻ എന്തിയേ? ഒന്ന് വിളിച്ചേ. അതിന് അവനിവിടെ ഇല്ലല്ലോ. ഇല്ലെന്നോ? അപ്പൊ താൻ അവനെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? അവനിവിടെ വന്നിരുന്നു. ഊണ് കഴിക്കണം, ഇവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞതാ. മോളെ കണ്ടതിന് ശേഷം കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞ് ഊണ് പോലും കഴിക്കാതെ ഒറ്റ പോക്കാ. അതിന്റെ കാരണം എന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? എന്നാ എനിക്ക് മനസ്സിലായി. വെച്ചിട്ടെ, പെണ്ണിനെ കാണുന്നതിന് മുമ്പ് ഊണ് കഴിക്കണമെന്ന് പറഞ്ഞു. പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോ ഊണ് കഴിക്കാതെ അവൻ സ്ഥലം വിട്ടു. എന്താ കാരണം? അവന് പെണ്ണിനെ പിടിച്ചില്ലായിരിക്കും. ആ, സംഗതി നിനക്ക് പിടികിട്ടി. പക്ഷേ ആ ഊളം മേനോനത് മനസ്സിലായിട്ടില്ല. ബാംഗ്ലൂര് വരെ ഒന്ന് പോവാ. ഞാൻ പെണ്ണിനെ ഒന്ന് കാണട്ടെ. അവൻ അതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർബന്ധിക്കാനൊന്നും പോകണ്ട. നമ്മുടെ മാധവക്കുറിപ്പ് കൊണ്ടോന്ന് ആലോചന തെറ്റില്ല. ഫോട്ടോ കണ്ട് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. എങ്കിൽ അവന്റെ ജാതകം ഫലിക്കുന്നതിന് മുമ്പ് നമുക്കത് ആലോചിക്കാം.
നീ എവിടെ ഇരിക്കേ? ചിലപ്പോ എന്റെ ഡാഡി ആയിരിക്കും. ഹലോ, അനിയൻകുട്ടിയുടെ വീടല്ലേ? റോങ് നമ്പർ. പോലീസ് സ്റ്റേഷൻ ആണെന്നോ? ആ, ഈയിടെയായി റോങ് നമ്പർ ഒത്തിരി വരുന്നുണ്ട്. നീ ഇതിന്നൊന്നും എടുത്ത് പിടിപ്പിച്ചേ. പ്രേമനൈരാശ്യത്തിന് പറ്റിയ വരുന്ന എനിക്കിത് ശീലമില്ല. ഇങ്ങനെയല്ലേ ശീലമാവണത്? അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോടാ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടടാ. അവൾക്ക് നിന്നോട് റിയൽ ലവ് ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഇത് ഫോൺ ബെല്ലല്ല, കോളിംഗ് ബെല്ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, തൊണ്ട കത്തണ്. നിക്കടാ അവിടെ. ഇവൻ ഇത്തിരി കുഴിത്തുരുമ്പാ. മുമ്പൊരിക്കലും എന്നെ കണ്ടപ്പോ ഓടി. നീ എങ്ങോട്ടേ ഓടിയത്? അത് പിന്നെ ഇതാരാന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല. കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മറ്റേ പെണ്ണിന്റെ തന്ത. വാടാ അനിയൻകുട്ടി, ആ തടിയും മേനോനും കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. അനിയൻകുട്ടി, നീ എന്തിനാ വെപ്രാളപ്പെടുന്നേ? എനിക്കല്ലേ പ്രശ്നം. ഞാനല്ല ആ തടിയന്റെ വീട്ടില് നീയാണെന്ന് പറഞ്ഞു പോയത്. ഇപ്പൊ എല്ലാം പൊളിയും. എന്റെ കർത്താവേ, ഞാനൊന്ന് ധൈര്യം കൂട്ടട്ടെ. എടാ, നീ അവിടെ എന്തെടുക്ക? ഇവരോട് മദ്യപിക്കുകയല്ല അല്ലെന്നാണ് പറഞ്ഞത്. ഓ, നെഞ്ചരിയാണ്. ചോദിക്ക, നേരിട്ട് ചോദിക്ക. നീ എന്തുകൊണ്ടാ ഇയാളുടെ വീട്ടിൽ താമസിക്കാഞ്ഞത്? കമ്പ്യൂട്ടർ പഠിക്കണം പറഞ്ഞിട്ടല്ലേ താന്റെ വീട്ടിൽ താമസിക്കാതെ പോയത്? അതെ. ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചറിയിക്കാഞ്ഞത്? താൻ ആരോടാടോ ഈ സംസാരിക്കുന്നത്? എന്റെ മോനോട്. താൻ ആരോടാ? തന്റെ ഈ മോനോട്. എന്റെ മകൻ ഇവനാ. അപ്പൊ ഇവനാരാ? എന്റെ ഡാഡിയുടെ മോൻ. അമേരിക്കയിലെ. അപ്പൊ നീ ആൾമാറാട്ടം നടത്തി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? പറ്റിച്ചത് എന്നെയല്ലേ? ആരാണ് എന്താണെന്ന് ചോദിക്കാതെ മകളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്താ മെന്നിത്? ഒരു ചെറിയ അബദ്ധം പറ്റി. അന്ന് ആള് മാറിപ്പോയി. പക്ഷെ ഇപ്പൊ സമാധാനായി. ഇവനല്ലേ എന്റെ മോളെ പിടിക്കാത്ത? വേണ്ട, തന്റെ മോനെ കൊണ്ടുപോയി എന്റെ മോളെ കാണിക്കാം. ഇവന് ഇഷ്ടപ്പെടും. വാ മോനെ. വേണ്ട, താൻ ഇങ്ങോട്ട് വന്നേ. താൻ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ മോളുടെ കാര്യം? അത് ഞാൻ പറയാം. താൻ പോയിക്കോ. എന്താ വെച്ചാ മേനങ്ങൾ പോയത്? എന്താ നിനക്ക് അയാളുടെ മോളെ കെട്ടണം? എങ്കിൽ ഞാൻ പോയി വിളിച്ചോ. വേണ്ട. ഈ വായി നോക്കിയുടെ മോന്ത കണ്ടാൽ അറിയാം ഏത് തല്ലിപ്പൊളി പെണ്ണിനെയും പിടിക്കുന്നു. ഇവന് പോലും പിടിക്കാത്ത നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടുക? മാത്രമല്ല, ഞാനും കണ്ടതാ സാധനത്തെ. വർത്തമാനം മതി. നീ പെട്ടെന്ന് പോയി റെഡിയായി. 4 മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ശരിയാ. ഇനി ഇവിടെ നിർത്തിയാ അല്ല നിന്നാ ശരിയാവൂല. ഞാനിപ്പോ നാട്ടിലേക്കില്ല. നിന്റെ അച്ഛൻ എന്നെ വായിൽ നോക്കി വിളിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛന്റെ കൂടെ തിരിച്ചു പോണം. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്കെന്താ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇല്ല. പ്രോബ്ലം സോൾവ് ആയി. ഇനി നിന്നാ. നിന്നെ ഇവിടെ നിർത്തുന്നതിൽ എനിക്ക് പ്രോബ്ലം ഉണ്ട്. നീ നാട്ടിലേക്ക് വന്നേ പറ്റൂ. നിനക്ക് നല്ലൊരു ആലോചന ഒത്തുവന്നിട്ടുണ്ട്. ഉടനെ പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് ഞാൻ വാക്കുകൊള്ളു. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണോ നിങ്ങൾ? ജീവനുണ്ടെങ്കിൽ എങ്കിൽ പിടിച്ചുകൊണ്ട് പോകൂ നിങ്ങളുടെ മകനെ. അപ്പച്ചാ, സൈലൻസ്. നീ തീർച്ചയായിട്ടും പോണം. ചെന്ന് പെണ്ണ് കാണണം. എനിക്ക് ഒരു പെണ്ണിനെ കണ്ട. എടാ, 10 ദിവസം അടുപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്നെ ഹുങ്ക് നിന്റെ കയ്യിൽ വെച്ചാ മതി. വാടാ ഇവിടെ. ഞാൻ വരില്ല. വരാനാ പറഞ്ഞു. ഞാൻ വരില്ല എന്നല്ലേ പറഞ്ഞു.